3 പതിറ്റാണ്ടുള്ള താക്കറെയുടെയും കുടുംബത്തിന്റെയും ആധിപത്യം അവസാനിപ്പിച്ച് BJP മുംബൈയിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. 29 കോർപ്പറേഷനിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 25 BJP സ്വന്തമാക്കിയിരിക്കുകയാണ്. പലയിടത്തും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, പക്ഷെ ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാവി തരംഗം തന്നെയാണ് മുംബൈ മുഴുവൻ അലയടിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് BJPയുടെ ഈ ഒരു വലിയ നേട്ടത്തെ കാണാൻ സാധിക്കുന്നത്? BJPയുടെ ഒരു വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ശിവസേന എന്ന് പറയുന്ന പാർട്ടി, അത് ഈ ബാൽ താക്കറെ അറിയാമല്ലോ, ശിവസേനയുടെ സ്ഥാപകനാണ് ഉദ്ധവ് താക്കറയുടെ അച്ഛൻ. അദ്ദേഹം ഏറ്റവും ഒരു ദേശീയവാദി എന്നുള്ള രീതിയിലാണ് അവതരിച്ചത്. അപ്പോൾ ദേശീയവാദത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ, അതായത് നോ കോംപ്രമൈസ് ഇല്ലാത്തൊരു ദേശീയവാദമായിരുന്നു. അപ്പോൾ അവിടെ അത് തുടർന്ന് പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അറിയാം ബോംബെ സ്ഫോടനം, അതായത് ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ആ രീതിയിലുള്ള സംഘർഷത്തിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഫൈറ്റ് ചെയ്ത് ഒരു ദേശീയവാദി എന്നുള്ള രീതിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ചുമട്ടു തൊഴിലാളികളെയും ഉൾപ്പെടെയുള്ളവരെ സംഘടിപ്പിച്ച്, അതായത് നമ്മൾ പറയത്തില്ലേ താഴെ തട്ടിൽ നിന്നും ശക്തി പ്രാപിക്കുന്നത്, അതായത് ഇദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലുള്ള ആ പാർട്ടിയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അപ്രമാദിത്വത്തിലേക്ക്, ഒരു പക്ഷേ ബോംബെ അധോലോകത്തിനെ മറികടക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ബോംബെ അധോലോകം എന്ന് പറയുന്ന അവരായിരുന്നല്ലോ, അവരെ പോലും മറികടക്കുന്ന, അവരെ പോലും നിയന്ത്രിക്കുന്ന ബാൽ താക്കറെ പറഞ്ഞാൽ അദ്ദേഹത്തിന് പാർട്ടി പോസ്റ്റ് അല്ലാതെ വേറെ ഒരു പോസ്റ്റിലും അയാൾ വന്നിട്ടില്ല. അറിയാം, അതാണ് ഏറ്റവും വലിയ രസം. MLA ആയിട്ടുള്ള MP ആയിട്ടൊന്നും ഇല്ല. പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ചെയർമാൻ പറഞ്ഞാൽ എന്ത് നടക്കും, അല്ലെങ്കിൽ ബോംബെ ഭരിക്കുന്നവരെ ആരാണ് തീരുമാനിക്കും, അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ആരാണ് തീരുമാനിക്കും, ആ രീതിയിലൊക്കെ സംവിധാനം. അപ്പം ഇതിനകത്ത് ആ രീതിയിൽ അപ്രമാദിത്വത്തിൽ വന്നിട്ട് ബോംബെ പിടിച്ചെടുക്കുക. ബോംബെ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഏതാ നമ്പർ 1 എന്ന് പറയുമ്പം അറിയാമല്ലോ, സമ്പത്താണ് ഈ നമ്പർ 1-ൽ ഏറ്റവും ആദ്യം തീരുമാനിക്കുക. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു ഇതിൻ്റെ അപ്രമാദത്തിലേക്ക് പോകണം. അന്ന് ഒരുപക്ഷെ BJP ഇല്ലാതിരുന്ന കാലത്ത് മനസ്സിലായിരുന്നു, BJPയുടെ വളരെ ശൈശവമായ കാലത്ത് പോലും BJPയുടെ ലൈനിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന RSSൻ്റെ ഭാഗമായിട്ട് നിന്ന ഒരു ഇതാണ്. അതാണ് ഈ ബാൽ താക്കറെയുടെ മകൻ, ഇപ്പം ഉദ്ധവ് താക്കറെ ഇല്ലേ, ഉദ്ധവ് താക്കറെ പലവട്ടം അദ്ദേഹത്തിൻ്റെ അറിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അധികാരമോഹം കൊണ്ടോ മുഖ്യമന്ത്രി ആവാനുള്ള താല്പര്യം കൊണ്ടോ ഒക്കെ BJPയെ തള്ളിപ്പറഞ്ഞപ്പോഴും RSS അദ്ദേഹത്തിൻ്റെ ഭാഗം നിന്ന് അദ്ദേഹത്തെ കൂട്ടിയോജിപ്പിച്ച് പോകുന്നതിന് വേണ്ടി പലവട്ടം ശ്രമം നടത്തിയാണ്. അപ്പം അതിനകത്ത് അയാൾ അതിന് തയ്യാറാവുന്നില്ല. കാരണം ഒരുപക്ഷെ വിനാശകാലയെ വിരീത ബുദ്ധി എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പം ഭരണം പോയപ്പോഴും ഈ കോർപ്പറേഷൻ പിടിക്കാൻ BJPക്ക് പറ്റുന്നുണ്ടാവുന്നില്ല. അപ്പം ഇപ്പോഴത്തെ ഫഡ്നാവിസ് അന്നൊരു തീരുമാനമെടുത്തു, അടുത്തത് കോർപ്പറേഷൻ. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും ആ ലക്ഷ്യമായിരുന്നു. അത് ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഈ BJP അധികാരത്തിൽ വന്ന് ഫഡ്നാവിസ് ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിന് ശേഷമാണല്ലോ ഒരുപക്ഷെ 105 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് 45 സീറ്റുള്ള മുഖ്യമന്ത്രി ആവണമെന്ന് തീരുമാനിക്കുക. BJP അതിന് വഴങ്ങി കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്ത ഒരു സമയത്താണ് ഈ വാർ റൂം തുറന്ന് KC വേണുഗോപാൽ ഇവർ 3 പേരുടെ ഒന്നിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കി അയാളെ മുഖ്യമന്ത്രിയാക്കുക. വലിയൊരു കാര്യം പോലെ അന്ന് വലിയ സംസാരമാണ്. അയാളെ ഒരു പ്രാവശ്യം 1 കൊല്ലം 6 മാസം മുഖ്യമന്ത്രി ആക്കാമെന്ന് BJP പറഞ്ഞായിരുന്നെങ്കിൽ അയാൾ ഇതിൻ്റെ കൂടെ നിന്നേനെ. അപ്പോൾ അങ്ങനെ പോയി. അതിന് ശേഷം അവിടുത്തെ ഏറ്റവും വലിയ ത്രട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബോംബെയെ ഈ പറയുന്ന ഉദ്ധവ് താക്കറേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, ഭരണമില്ലാലും കുഴപ്പമില്ല, ഈ കോർപ്പറേഷൻ മതിയാണ്. കോർപ്പറേഷൻ യാതൊരു കാരണവശാലും പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. മാത്രമല്ല അന്ന് ഇതിന് ഇപ്പോൾ ഇരിക്കുന്ന ഈ ശിവസേന, ഷിൻഡയുടെ ഭാഗമുള്ള ശിവസേന അന്ന് BJP എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയും പൊളിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റുന്നതൊക്കെ ഒരു പാർട്ടിയാണ്. പക്ഷേ ഈ അന്ന് BJP എല്ലാവരും പറഞ്ഞു ഈ ഉദ്ധവ് താക്കറയുടെ കെയർ ഓഫിലുള്ള MLA-മാരെ പൊളിച്ച് BJP കൈകാര്യം ചെയ്യുമ്പോൾ 105 സീറ്റുണ്ടോ കൈകാര്യം. പക്ഷേ നടക്കത്തില്ലായിരുന്നു. എന്താണെന്നറിയോ, ഞാനീ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ താഴെ തട്ടിൽ നിന്ന്. കാരണം ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല തന്നെ. ഇപ്പോൾ ഒരു MLA ഒക്കെ കാര്യം ശരിയാ, കൂറുമാറിയതിന് ശേഷം റോഡ് ഇറങ്ങണ്ടേ, അറിഞ്ഞവർ കൊല്ലും, ആ രീതിയിലൊക്കെയുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ പൊളിക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ഉദ്ധവ് താക്കറേനകത്ത് നിന്ന് വളരെ കാലമെടുത്ത് ആ സാധനത്തിനെ പൊളിച്ചു. കാരണം ഞാനീ പറഞ്ഞ ഓട്ടോ തൊഴിലാളികളെയും ചുമട്ടു തൊഴിലാളികളുടെയും ഇടയ്ക്ക് നിന്ന് വന്ന നേതാവിനെ ആണ് ഈ പറയുന്ന ഇപ്പം BJPയുടെ കൂടെ നിൽക്കുന്ന ഉദ്ധവിനോട് പിണങ്ങി വന്ന ശിവസേന അയാളെ തന്നെ നേതാവാക്കി, അയാളെ അവിടെ മുഖ്യമന്ത്രിയാക്കി. ഈ ഉദ്ധവ് താക്കറേക്ക് മറുപടി കൊടുക്കുക ഫഡ്നാവിസ്. എന്നിട്ട് അവിടെ അടങ്കം പിടിക്കുകയാണ് ആ സംസ്ഥാനം. പിടിച്ചതിന് ശേഷം പിന്നെ അടുത്ത ഉദ്യമം, കാരണം ഒരു ലക്ഷ്യത്തിലേക്ക്, അതാണ് BJP എന്ന് പറഞ്ഞാൽ, പമ്മും വെയിറ്റ് ചെയ്യും, അവർ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അവർ കൊണ്ടുപോകും. ആ ഉദ്ദേശിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് എത്ര സമയമെടുത്തായാലും അത് എത്തിച്ചിരിക്കും. അതാണ് 100-ാം കൊല്ലം ഈ പറയുന്ന RSS ഇന്ത്യ ഭരിക്കുന്നു, ലോകം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നില്ലേ. അപ്പോൾ ഇതിനകത്ത്
ഇപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നമായ കോർപ്പറേഷൻ, അതായത് ഈ കോർപ്പറേഷൻ ശൃംഖലയാണ്. അതിനകത്ത് 28ഓളം കോർപ്പറേഷനുകളുടെ ഒരു ശൃംഖല. അതിനകത്ത് 25 ബി ജെ പിയുടെ 3 ഉള്ള അപ്പുറത്ത് പോയിരിക്കുന്നു. അപ്പോൾ 25 പരിശോധിക്കുമ്പം ബി ജെ പിയുടെ കയ്യിൽ അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ലാത്ത മേഖല മൊത്തം മുസ്ലിം മേഖല വന്നു, ദളിത് അല്ലെങ്കിൽ ആ മേഖല വന്നു. അപ്പം മൊത്തത്തിൽ പിന്നെ ബ്രാഹ്മണ മേഖല അല്ലെങ്കിൽ മേഖല, അപ്പോൾ ഈ മറാഠി വാദം അവിടെ ഏഷ്യയില്ല. അപ്പോൾ ഇതിനകത്ത് അണ്ണാമലയുടെ ഒരു റോളെന്ന് പറഞ്ഞാൽ, അണ്ണാമലയെ അവിടെ ഈ ബോംബെയിൽ അറിയാമല്ലോ, പലത്തുനിന്നുമുള്ള ആൾക്കാർ വളരെ കൂടുതലായിട്ട് ചേക്കേറി ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനകത്ത് ഈ മറാഠി വാദം അന്ന് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ ഏറ്റവും വലിയൊരു വാദമായിരുന്നു മറാഠി വാദം. മറാഠികളല്ലാത്തവരെ ദക്ഷിണേന്ത്യക്കാരെ പണ്ട് അവിടെ നോക്കി അല്ലെങ്കിൽ ആ രീതിയിൽ ആക്രമിച്ച് അത്തരത്തിലൊരു അത് ഒരുപക്ഷെ കൂടുതൽ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കോൺഗ്രസും പ്രൊമോട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ വാദങ്ങൾ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ മറാഠി വാദം അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളും പല ജാതിയുടെ ഇത്തരം വാദങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ഹിന്ദുക്കളെ വിഭജിച്ച് നിർത്തുന്ന ഒരു സംസ്കാരം നേരത്തെ തൊട്ടേ കോൺഗ്രസ് അവലംബിച്ചിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദു ഒന്നിച്ചാൽ അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കേണ്ട എന്നുള്ളൊരു രീതിയിലേക്ക്. പക്ഷേ ഇവിടെ മറാഠിവാദം ഏറ്റവും അവസാനം ഉദ്ധവ് താക്കറെ അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന ഉദ്ധവ് താക്കറയുടെ മകൻ പറഞ്ഞു, അണ്ണാമല ഇവിടെ വന്നാൽ കാല് വെട്ടും, ഇവിടെ ഞങ്ങൾ മറാഠികളാണ്, ദക്ഷിണേന്ത്യക്കാരായിട്ടുള്ള ഭിക്ഷക്കാർക്ക് ഇവിടെ യാതൊരു കാര്യവുമില്ല. അണ്ണാമല പറഞ്ഞു ഇത് ഇൻ്റർനാഷണൽ നഗരമാണ്, ഇവിടെ എല്ലാവർക്കും ഒരുപോലെ വോട്ടുണ്ട്. അപ്പം അണ്ണാമലയെ അവിടെ ബി ജെ പി ഇറക്കിയെന്ന് പറഞ്ഞാൽ ഈ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വോട്ട് അല്ലെങ്കിൽ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയാണ്, ആ വോട്ട് ബി ജെ പിയിലേക്ക് പൂർണ്ണമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഇത് അണ്ണാമല എവിടെ വരും? അണ്ണാമല ഒരു വലിയ ഫിഗറാണല്ലോ, ഇത് തമിഴ്നാട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു ഫിഗറല്ല, ബി ജെ പിയുടെ ദേശീയമില്ല. അണ്ണാമല എന്ന് പറഞ്ഞാൽ അയാളെ നേതാവായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ആൾക്കാരല്ല. അണ്ണാമലയ്ക്ക് കേരളത്തിന് എന്തും വേണ്ടി ഫാൻസ് ഉണ്ടെന്ന് അറിയാം ബി ജെ പി. അപ്പോൾ ആ രീതിയിലേക്ക് വന്നു, അവിടെ അദ്ദേഹം പിടിച്ചടക്കി. കാരണം ഈ കൂട്ടത്തോട് അദ്ദേഹത്തിൻ്റെ പല ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വോട്ട് ഒരുപക്ഷെ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നതും അല്ലെങ്കിൽ ഉദ്ധവ് താക്കറേക്ക് കിട്ടിക്കൊണ്ടിരുന്നതും മറ്റു പല പാർട്ടികൾക്കും കിട്ടിക്കൊണ്ടിരുന്നതും അണ്ണാമല ഇറങ്ങി അണ്ണാമലയുടെ കാല് വെട്ടും അല്ലെങ്കിൽ ഇവിടെ മറാഠികളാണ്, നിങ്ങൾക്കിവിടെ യാതൊരു കാര്യമില്ല, നിങ്ങൾ ഭിക്ഷയ്ക്ക് എടുക്കാൻ വന്നവരാണ്, ഭിക്ഷക്കാരാണെന്ന് പറയുമ്പോൾ ആ വക്താവ് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്കാർക്കും ഇവിടെ കാര്യമുണ്ട്, ഇതൊരു ഇൻ്റർനാഷണൽ നഗരമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാണ്, അങ്ങനത്തെ ഒരു വാദം ശരിയല്ല, ഞാൻ ഇറങ്ങിയിരിക്കുന്നു, ചുണയുണ്ടേൽ വാടാന്നുള്ള രീതിയിലേക്ക് വന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വരവ് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്തു. അതായത് ഈ ഒഴുക്കിനകത്ത് ഈ സുനാമിക്കകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പങ്കുണ്ടായിരുന്നു ബി ജെ പി. നമ്മൾ പറയത്തില്ലേ തീയിട്ട് കളഞ്ഞാണെന്ന് പറയുന്നത്, കത്തിച്ച് കളഞ്ഞത്. ശിവസേന എന്ന് പറയുന്നതിന് ശിവസേന മറ്റ് ഭരണ നേതൃത്വത്തിൽ നിന്നും മാറി. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ മുമ്പ് നേരിടുമ്പോൾ ശിവസേനയെ അവഗണിച്ചു പോകുന്ന ഒരു കോൺഗ്രസിനെ നമ്മൾ കണ്ട്. ശിവസേന വേണം നിന്നാൽ മതി, ഞങ്ങൾ തരുന്ന സീറ്റ് മത്സരം, അത് കോൺഗ്രസ് പറയുന്നു. കോൺഗ്രസ് എന്തോ വരുന്നിട്ടോ അപ്പം മനസ്സിലാവുന്നത്. എൻ സി പിക്ക് അവിടെ പറഞ്ഞാൽ പിന്നെയുണ്ട്, എൻ സി പി കുറേ ഇപ്പം അതും പോയി, കുറേ സ്ഥിരമായ നമ്മുടെ കരിമ്പ് കർഷകരുടെ മേഖലയിലൊക്കെ ഒരു 50 സീറ്റ് എന്നും കിട്ടിക്കൊണ്ടിരുന്നത്. അവർ പറയാം അപ്രമാദത്ത് അവരുടെ കയ്യിൽ നിന്നും പോയി. പക്ഷെ അവർക്ക് പറയാം കോൺഗ്രസിനൂടെ പറയാൻ എത്ര സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ്, ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല. എന്നിട്ട് അവിടുത്തെ അപ്രമാദത്ത് അവർക്ക് അതിൽ തിരുവായ്ക്ക് എതിർവായില്ലാതിരുന്ന ഒരു പാർട്ടിയുടെ ആളിനോട് പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മത്സരിച്ചാൽ മതി അല്ലെങ്കിൽ പൊക്കോ എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരു രീതി നമ്മൾ കഴിഞ്ഞ ഈ പറയുന്ന ഇലക്ഷന് മുമ്പ് കണ്ടു. അപ്പം അവിടെയും പിടിച്ചു നിന്നത് കോർപ്പറേഷൻ ആണ്, ഒരിക്കലും ഉദ്ദേശിച്ചത്. പക്ഷേ കോർപ്പറേഷനോട് പോയി. ഇനി ആ സാമ്പത്തിക അടിത്തറ പോലും ആ പാർട്ടിയുടെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. കാരണം 76,000 കോടി രൂപ വാർഷിക ബഡ്ജറ്റുള്ള ഒരു കോർപ്പറേഷൻ, ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷൻ. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നേപ്പാൾ പോലെയുള്ള അതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളുടെ GDP പോലും ഇത്രയും അല്ലെങ്കിൽ വരുന്നില്ല. അപ്പോൾ അത് പിടിച്ചടക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഈ പറയുന്ന ശിവസേനയെ നിലംപരിശാക്കി, അതായത് ശിവസേനയെ തീയിട്ടു അണ്ണാമല എന്ന് വേണം പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.